നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മുകളിൽ പ്രതിഷ്ഠിക്കേണ്ട ആളാണ് വീർ സവർക്കർ. ആ സവർക്കറുടെ പേര് മിണ്ടാൻ പാടില്ലത്രേ. കേരളത്തിൽ സവർക്കറുടെ പേര് മിണ്ടാൻ പാടില്ല. ഇതെന്ത് തിട്ടൂരാണ്? വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റപ്പോ, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ആയപ്പോ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പോലും വീർ സവർക്കർ എന്ന് പറയുന്ന ഉത്തരം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തപ്പാ? അനിൽ നമ്പ്യാർ ചോദിച്ച പോലെ ഇതെന്ത് തിട്ടൂരം? ഇങ്ങനെയാണെങ്കിൽ പിന്നെ മിണ്ടാൻ പറ്റുമോ ഇവിടെ ആർക്കെങ്കിലും? സവർക്കറെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ആര്? എന്താ കോൺഗ്രസ്സുകാരെ? ആരാ? സവർക്കറെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ആരാ? പറ. നമ്മളെ ഇന്ദിരാഗാന്ധി. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് ഇവിടെ സത്യസന്ധരാവണം നമ്മൾ കേട്ടോ. നമുക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ വസ്തുതകളായി കാണണം. സത്യസന്ധരായിരിക്കണം നമ്മൾ. എങ്കിലേ നമ്മളുടെ വിമർശനങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇനിയും നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഇപ്പൊ സംഭവിച്ചെന്താണെന്നറിയോ? ഇപ്പൊ വി ഡി സവർക്കറുടെ പേര് മാത്രം കേട്ടിട്ട് ഈ പറയുന്ന ആൾക്കാർ മുഴുവനും വി ഡി സവർക്കറുടെ ജീവചരിത്രം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് ഇവിടുന്ന് കേട്ട ഒരു വിവരം അല്ലാതെ വീർ സവർക്കറുടെ ജീവിത കഥയൊന്നും നമ്മുടെ പൊതു മണ്ഡലത്തിൽ അത്രമാത്രം എല്ലാവരും പഠിച്ചതൊന്നുമല്ല. എല്ലാവർക്കും ഈ വാട്സപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അന്തംഗമികളൊക്കെ പറയുന്ന നമുക്ക് അറിയാം. നമ്മുടെ ചില ഈ വാട്സപ്പ് മാത്രം നോക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ വി ഡി സവർക്കർ ഷൂ നക്കി അങ്ങനെ പറയാം. ആരാ വി ഡി സവർക്കർ ഷൂ നക്കി? മാപ്പ്. ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സമുജ്ജലമായ അത്യുജ്വലമായ ഒരു നേതാവിനെയാണ്, സമാനതകളില്ലാത്ത ഒരു നേതാവിനെയാണ് എന്താ പറയാ, ഒരടിസ്ഥാനവുമില്ലാത്ത ഏതെങ്കിലും ഒരു മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്തിറക്കിയെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു. ശരി, എല്ലാ ആൾക്കാരും മാപ്പപേക്ഷ കൊടുത്തു, ഈ വി ഡി സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ മോചിപ്പിച്ചതെങ്കിൽ നമുക്ക് പറയായിരുന്നു. ഇതൊന്നും അല്ലാതെ എല്ലാ ആൾക്കാരും മാപ്പപേക്ഷ എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു, സവർക്കർ മാത്രം അവിടെ കിടന്നു. പക്ഷെ എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നു മാപ്പെഴുതിയ ആള്. പൊറുക്കില്ലതൊന്നും കേട്ടോ. ഇതൊന്നും ഒരു കാലത്തും നമ്മുടെ എന്താ പറയുക, സ്വാതന്ത്ര്യ സമര സേനാനികളെ മൊത്തം അപമാനിക്കലാണ്. ആ ഷൂനക്കി പ്രയോഗം തന്നെങ്കിലൊന്ന് നിർത്തിങ്ങൾ. ഷൂനക്കിയോ ഇത് എവിടുന്ന് കിട്ടിയപ്പാ? ആ സിനിമയിൽ നിന്നല്ലേ ഗോവർദ്ധൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രം ഒരു ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി അത് സവർക്കറാണ്. നല്ലത് കേട്ടോ, നമോവകം. എന്താ പറയേണ്ടത് പിന്നെ? ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ലഭിച്ച ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വി ഡി സവർക്കർ എന്ന് തന്നെയാണ്. ആ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് ചരിത്രം മാറുമോ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. എടോ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരവ് കൊടുക്കാം. പക്ഷേ നിങ്ങളങ്ങനെ ഈ അധ്യാപകനെ നിങ്ങൾ തൂക്കിക്കൊന്നാലും ചരിത്ര സത്യം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്ത് വിഡ്ഢിത്ത ചെയ്യുന്നത്? എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്ന വളരെ വിചിത്രമായ ഒരു വാർത്തയെ സംബന്ധിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മലയാള മനോരമയിൽ ആ വാർത്ത 1-ാം പേജിലാണ്. അതിങ്ങനെയാണ്: സ്കൂൾ ക്വിസിൽ സവർക്കർ, ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ തല സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഫ്രീഡം ക്വിസിലെ വിവാദ ചോദ്യത്തെ തുടർന്ന് ചോദ്യം തയ്യാറാക്കിയ കുമ്പള ഉപജില്ലയിലെ AUPS പള്ളത്തുക്കടയിലെ അധ്യാപകൻ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. അധ്യാപകനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി എടുക്കാൻ മാനേജർക്ക് നിർദ്ദേശം നൽകണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി. കാര്യം എന്താണെന്ന് പിന്നെ പറയുന്നത്: കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ 6-ന് നടത്തിയ ഫ്രീഡം ക്വിസിന്റെ LP വിഭാഗം ചോദ്യക്കടലാസിലാണ് വിവാദ ചോദ്യം ഉൾപ്പെട്ടത്. എന്താണപ്പാ വിവാദ ചോദ്യം? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? എന്താ ചോദ്യം? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി
VD സവർക്കറുടെ പേര് ഉൾപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇതാണ് വാർത്ത. എനിക്ക് മനസ്സിലാവാത്ത കാര്യേ, ഇതിലെന്താണ് തെറ്റ്, എന്താണ് തകരാറ്, എന്താണ് ഇതിന്റെ വിവാദം എന്നൊന്നും ഈ വാർത്ത ഒരു 4-5 പ്രാവശ്യം വായിച്ചിട്ടും എനിക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വീര സവർക്കറാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ പരതിയാൽ, ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ മറ്റൊരു ഉത്തരം കിട്ടില്ല നിങ്ങൾക്ക്. അത് മാത്രമേ ഉള്ളൂ. സെല്ലുലാർ ജയിലിൽ, ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ 11 വർഷം അതിക്രൂരമായ തടവ്. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു നേതാക്കൾക്കും ഇത്തരത്തിൽപ്പെട്ട അതിക്രൂരമായ ഏറ്റവും വലിയ പീഡനങ്ങളായിരുന്നു സവർക്കറിന് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നേരിടേണ്ടി വന്നത്. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയതാണ്. 11 വർഷക്കാലം ആ സെല്ലുലാർ ജയിലിൽ. അത് കഴിഞ്ഞിട്ട് വിവിധ ജയിലുകളിലായി 3 വർഷം, 11, 3, 14, 13 വർഷം വീട്ടിൽ ഏകാന്ത തടവ്. യഥാർത്ഥത്തിൽ 2 ജീവപര്യന്തം 25 വർഷം നീണ്ടു നിൽക്കുന്ന 2 ജീവപര്യന്ത തടവുകളാണ് സവർക്കറിന് ബ്രിട്ടീഷ് ഭരണകൂടം വിധിച്ചത് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തതിന്, പ്രക്ഷോഭം നടത്തിയതിന് വീർ സവർക്കർക്ക് ബ്രിട്ടീഷ് ഭരണകൂടം 2 ജീവപര്യന്തങ്ങൾ, 25, 50 വർഷം. അദ്ദേഹം 14, 13, 27 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളൊക്കെ രൂപീകൃതമായ 1935 കാലഘട്ടത്തിലൊക്കെയാണ് പ്രത്യേക എന്താ പറയാ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നത്. അപ്പൊ ഇതിലെന്താണ് വിവാദമെന്ന് ഈ വീഡിയോ കേൾക്കുന്ന, കാണുന്ന നിങ്ങൾക്ക് ഇതെന്താണ് ഇതിലെ അനൗചിത്യം? ഈ അധ്യാപകനെ, വിദ്യാഭ്യാസ മന്ത്രി ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ എന്തിനാണ് ഉത്തരവിട്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീർ സവർക്കറേക്കാൾ കൂടുതൽ കാലം, 27 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ഏറ്റുവാങ്ങിയ മറ്റൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടോ? അറിയില്ല, എനിക്കറിയില്ല. അപ്പോഴാണ് ഇന്ന് ഫേസ്ബുക്കില് വളരെ അതിശയകരമായി രാജേഷ് നാഥന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കണ്ടു. വളരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാജേഷ് നാഥ് പറയുന്നത് എന്താണെന്നറിയോ? ഭൂമി ഉരുണ്ടതാണ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. എന്താണ്? ഭൂമി ഉരുണ്ടതാണ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. മലപ്പുറത്തെ ഒരു സ്കൂളിലെ അധ്യാപകനാണ് നടപടി നേരിട്ടത്. ഞെട്ടണ്ട, അതും സംഭവിക്കാം. ശരിയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാലം തടവിൽ അടയ്ക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കർ എന്നുള്ള ശരിയായ ഉത്തരം, അതൊരു ക്വിസിൽ അങ്ങനെ ഒരു ചോദ്യം കൊടുക്കുകയും അതിന്റെ ഉത്തരം സവർക്കർ ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അധ്യാപകനെ സസ്പെൻഡ് ചെയ്തപ്പോൾ, ആ നിലക്ക് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ശാസ്ത്ര സിദ്ധാന്തം പഠിപ്പിക്കുന്ന അധ്യാപകരെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ, ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയില്ലേ? എന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. സംഭവിച്ചേക്കാം. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അത് നമ്മളെ ഡോക്ടർ TP സെൻകുമാറിൻ്റെതാണ്. സെൻകുമാർ പറയുന്നത് എന്താ അറിയോ? വീര സവർക്കറെ പറ്റി ചോദ്യം ചോദിച്ചതിൽ സസ്പെൻഷൻ. ഗുരുപ്രസാദ് മാഷെ സന്തോഷിക്കണം എന്നാ പറയുന്നത്. ഗുരുപ്രസാദ് മാഷെ സസ്പെൻഷനിലായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സന്തോഷിക്കണം. കാരണം എന്താണെന്നറിയോ? കയ്യും കാലും വെട്ടിമാറ്റാൻ ഉത്തരവിട്ടിട്ടില്ലല്ലോ. എന്താണ്? കയ്യും കാലും വെട്ടിമാറ്റാൻ ഉത്തരവിട്ടിട്ടില്ലല്ലോ എന്നാണ് TP സെൻകുമാർ പരിഹസിക്കുന്നത്. അറിയാലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നടുക്കുന്ന സംഭവം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോയില്ലല്ലോ. ഏതായാലും ഗുരുപ്രസാദ് മാഷിന്റെ കൈ വെട്ടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സർക്കുലർ ഇറക്കിയില്ല. വലിയ സമാധാനം. സസ്പെൻഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അനിൽ നമ്പ്യാർ എന്താ പറയുന്നത് അറിയോ?
ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി വി.ഡി. സവർക്കറുടെ പേര് ഉൾപ്പെടുത്തിയ അധ്യാപകന് സസ്പെൻഷൻ. കാസർകോട്ടെ കുമ്പളം മഞ്ചേശ്വരം വിദ്യാഭ്യാസ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായി ആഗസ്റ്റ് 6 നടത്തിയ ഫ്രീഡം ക്യൂസ് മത്സരത്തിൽ ചോദ്യം തയ്യാറാക്കിയ പള്ളത്തടുക്ക AUPSലെ അധ്യാപകൻ ഗുരുപ്രസാദിനാണ് സസ്പെൻഷൻ. കൂടുതൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നൽകിയിരിക്കുന്നത്. ഇതല്ല, ഇതിന്റെ കൂടെ ഈ ക്യൂസ് നടത്തിയ എല്ലാ അധ്യാപകരെയും പിരിച്ചുവിടുത്തറേ. എന്താ ചെയ്യാ? നടപടി പിരിച്ചുവിടലല്ല, നടപടി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവും എന്നാണ് അത്ര പറയുന്നത്. നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നൽകിയത്. പ്രിയപ്പെട്ട മന്ത്രി, ഈ ചോദ്യത്തിലും ഉത്തരത്തിലും എന്താണാവോ തെറ്റ്? ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താണ് ഈ ചോദ്യത്തിലും ഉത്തരത്തിലും എന്താണ് തെറ്റ് എന്ന് ഷംസുദ്ദീൻ ഉത്തരം പറയണം. ഷംസുദ്ദീൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വി.ഡി. സതീശൻ ഉത്തരം പറയണം. എന്താണ് ഇതിൽ തെറ്റ്? വസ്തുതാപരമായ എന്താണ് തെറ്റ്? സ്വാതന്ത്ര്യ സമര സേനാനി വി.ഡി. സവർക്കറുടെ ആദരസൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ ആരാ സ്റ്റാമ്പ് ഇറക്കിയെന്ന് അറിയോ? വി.ഡി. സവർക്കറോടുള്ള ആദരസൂചകമായി ഇന്ത്യ സർക്കാർ സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ആരാ സ്റ്റാമ്പ് ഇറക്കിയത്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സവർക്കർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. വി.ഡി. സതീശൻ പിന്നെ എങ്ങനെയാ പറയാ? വി.ഡി. സതീശൻ പിന്നെ എങ്ങനെയാണ് പറയുക വി.ഡി. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല, അദ്ദേഹം ഈ 27 വർഷമൊന്നും തടവിൽ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം അല്ല ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ചത് എന്നൊക്കെ വി.ഡി. സതീശന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയണം. ഇന്ദിരാഗാന്ധി എന്തിനു വേണ്ടിയിട്ട് ഈ സ്റ്റാമ്പ് പുറത്തിറക്കി? മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഈ സവർക്കറുടെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഇന്ദിരാഗാന്ധി ഒരു ആശംസാ സന്ദേശം അയച്ചിട്ടുണ്ട്. അതില് ഇന്ത്യയുടെ വീരപുത്രൻ എന്നൊക്കെ പറയുന്നത്, ഇന്ത്യയുടെ വീരപുത്രനാണ്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഈ സവർക്കറിന്റെ ജീവചരിത്രം എന്നൊക്കെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരുപക്ഷെ സവർക്കറിന്റെ ജീവചരിത്രമൊക്കെ വായിച്ചു കഴിയുമ്പോഴേ സവർക്കറുടെ ആ ഒരു വിപ്ലവ തീക്ഷ്ണമായ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് മുന്നിൽ നിങ്ങൾ ആലോചിക്കണം, 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സവർക്കർ എഴുതി തുടങ്ങിയത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതൊന്നും വെളിച്ചം കണ്ടില്ല, അതൊന്നും വെളിച്ചം കാണാൻ ബ്രിട്ടീഷ് സർക്കാർ സമ്മതിച്ചില്ല. അത്രമാത്രം ഇന്ത്യൻ ജനതയെ വിപ്ലവ ആവേശം ജ്വലിപ്പിക്കുന്ന എഴുത്തുകളായിരുന്നു സവർക്കറിൻ്റെത്. ആ സവർക്കർ 18 വയസ്സ് മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. അങ്ങനെയുള്ള സവർക്കറിനെ എന്താ പറയാ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സവർക്കർ എന്ന് പറഞ്ഞാൽ എന്തോ ഏറ്റവും വലിയ ഒരു അപകടം പിടിച്ച ഒരു സംഭവമാണ് വീർ സവർക്കർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ നമ്മൾ സാധാരണ കാണപ്പെടാറുള്ളത്. ഷൂ നക്കി എന്നൊക്കെ പറയാം. ഷൂ നക്കി നിങ്ങൾ പലരും കേട്ടിരിക്കും. സവർക്കർ ഷൂ നക്കിയാണ്, ഷൂ നക്കി. ഈ ഷൂ നക്കി എവിടുന്ന് കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞത് വലിയ ഉപകാരം കേട്ടോ. സവർക്കറിന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സവർക്കർ, ആരുടെ ഷൂ നക്കിയത്, ഏത് ചരിത്രത്തിലാണ് പറയുന്നത്? വീർ സവർക്കറുമായി ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ അന്തംഗമികളും ഇപ്പം കോൺഗ്രസ്സുകാരും ഇന്ദിരാഗാന്ധിയൊക്കെ നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന അന്തംഗമികളെ പോലെ സവർക്കർ എന്ന് പറഞ്ഞാൽ ഷൂ നക്കിയാണ്. നിങ്ങൾ പറയുന്നതിന് എന്തോ ഒരു അടിസ്ഥാനം വേണ്ടേ? അതാണ് അനിൽ നമ്പ്യാർ പറയുന്നത്. ഇന്ദിരാഗാന്ധി ആദരസൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ കോൺഗ്രസിനോടൊപ്പം കേരളത്തിൽ ഭരണം കൈയാളുന്ന മുന്നണിയിലെ ഒരു മന്ത്രിയാണ് താങ്കൾ എന്നോർത്താൽ നന്ന്. ഷംസുദ്ദീനെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി വി.ഡി. സവർക്കറുടെ ആദരസൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ കോൺഗ്രസിനോടൊപ്പം കേരളത്തിൽ ഭരണം കൈയാളുന്ന മുന്നണിയിലെ ഒരു മന്ത്രിയാണ് താങ്കൾ എന്നോർത്താൽ നന്ന്. പ്രിയപ്പെട്ട മലയാളികളെ, കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാൻ പാടില്ല, വി.ഡി. സവർക്കറുടെ പേര് ഉച്ചരിക്കാൻ പാടില്ല തുടങ്ങിയ തിട്ടൂരങ്ങൾ ഇറക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവേകപൂർവം ഉൾക്കൊണ്ടാൽ നല്ലത് എന്നാണ് അനിൽ നമ്പ്യാർ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറയാട്ടോ. നമ്മളെ ശ്രീജിത്ത് പണിക്കർ ഇത് സംബന്ധിച്ച് ആധികാരികമായി അദ്ദേഹത്തിന്റെ ഒരു പഠന, അദ്ദേഹത്തിന്റെ വളരെ വിശദമായി ഈ കാര്യം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചെറിയൊരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: കാര്യം പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും. ശരിയാണല്ലോ, നമുക്ക് ഓരോരോ നേതാക്കളോട് നമുക്ക് ചിലപ്പം വിയോജിപ്പ് കാണും, എതിർപ്പ് കാണും, സ്വാഭാവികമാണ്.
അപ്പം പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും. പക്ഷേ എന്ന് കരുതി സത്യം സത്യമല്ലാതെ ആവില്ലല്ലോ. എന്താണ് സത്യം? സത്യമല്ലാതെ ആവില്ലല്ലോ. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ലഭിച്ച ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം VD സവർക്കർ എന്ന് തന്നെയാണ്. ആ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് ചരിത്രം മാറുമോ എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. എടോ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരവ് കൊടുക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ഈ അധ്യാപകനെ നിങ്ങൾ തൂക്കിക്കൊന്നാലും ചരിത്ര സത്യം വായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്ത് വിഡ്ഢിത്ത ചെയ്യുന്നത്? ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തു, ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി, നാസി കളക്ടറായിരുന്ന ആർതർ ജാങ്സനെ വധിക്കാൻ പ്രേരണ നൽകി എന്നീ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ബ്രിട്ടീഷ് കോടതി സവർക്കർക്ക് വിധിച്ചത്. 25 വർഷം വീതം, ആകെ 50 കൊല്ലം. ഓക്കെ, അതിൽ 10 കൊല്ലം ആൻഡമാനിലെ കാലാപ്പാനി സെല്ലുലാർ ജയിലിൽ. 10 എന്ന് പറഞ്ഞാൽ 10നും 11നും ഇടയ്ക്കുള്ള ആ വർഷമാണ്. 10 വർഷം എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് കേട്ടോ. അതിൽ 10 കൊല്ലം ആൻഡമാനിലെ കാലാപ്പാനി സെല്ലുലാർ ജയിലിൽ, 4 കൊല്ലം വിവിധ ജയിലുകളിൽ, ലണ്ടനിലെ ബ്രിക്സ്റ്റൺ ജയിൽ, ബോംബെയിലെ ഡിംഗ്രി ജയിൽ, കൽക്കട്ടയിലെ ആലിപ്പൂർ ജയിൽ, രത്നഗിരി ജയിൽ, പൂനെയിലെ യർവാദ ജയിലിലെ അടുത്ത 13 കൊല്ലം, രത്നഗിരിയിലെ വീട്ടിൽ കർശന ഉപാധികളോടെ വീട്ടുതടങ്കൽ, ആകെ 27 വർഷം. കാലാപ്പാനിയിൽ ഡേഞ്ചറസ് പ്രിസണർ, കാലാപ്പാനിയിൽ മറ്റേ സെല്ലുലാർ ജയിലാണ് ആൻഡമാനിലെ, കാലാപ്പാനിയിൽ ഡേഞ്ചറസ് പ്രിസണർ എന്ന വിഭാഗത്തിലായിരുന്നു സവർക്കർ. ഡേഞ്ചറസ് പ്രിസണർ എന്ന വിഭാഗത്തിലായിരുന്നു സവർക്കർ. കടുത്ത ശിക്ഷാമുറകൾ പതിവായിരുന്നു. ആദ്യ 2 വർഷത്തിൽ മാത്രം ഏകാന്ത തടവ് 15 മാസം. ഉയർന്ന ഒരു പൊസിഷനിൽ കൈവിലങ്ങ് ലോക്ക് ചെയ്ത് ഇരിക്കാൻ സൗകര്യമില്ലാതെ ഒരിടത്ത് നിർത്തിയത് 63 ദിവസം. ആലോചിക്കണം, ഏറ്റവും ക്രൂരമായ രീതിയിലാണ് സവർക്കറിനെ ജയിലിൽ ഈ രീതിയിലുള്ള ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ പീഡിപ്പിച്ചത്. നിൽക്കുന്നിടത്ത് നിന്ന് കാലനക്കാൻ അനുവദിക്കാതെ കാൽക്കുഴകളിൽ ഇരുമ്പുകട്ടകൾ പിടിപ്പിച്ചു നിർത്തിയത് 5 മാസം. നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ സാധ്യമല്ലാത്ത നിലയിൽ കാലുകൾക്ക് കുറുകെ ഇരുമ്പുകട്ടകൾ ഉപയോഗിച്ച് നിർത്തിയത് 10 ദിവസം. ശാരീരിക ക്ഷമത ആവശ്യമായ ജോലികൾ ചെയ്യിപ്പിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ആവശ്യമുള്ള അത്രയും മാത്രം ഭക്ഷണം 24 ദിവസം. ഇതൊക്കെ ചരിത്ര രേഖകളിലുള്ളതാണ് കേട്ടോ, അല്ല വെറുതെ പറയുന്നതല്ല. തന്റെ ഒപ്പം വന്നവർക്കൊന്നും ഇല്ലാത്ത ശിക്ഷയാണ് തനിക്കെന്നും ഇത് അനീതിയാണെന്നും തന്നെ രാഷ്ട്രീയ തടവുകാരനായി കാണണമെന്നും സവർക്കർ ബ്രിട്ടീഷ് അധികൃതർക്ക് കത്തയച്ചു. പലരുടെയും ശിക്ഷാ കാലാവധി കുറച്ച് മോചിപ്പിക്കുമ്പോഴും സവർക്കർക്ക് ഒരാനുകൂല്യവും ബ്രിട്ടൻ നൽകിയില്ല. ഇതിനിടെ സവർക്കർ മാപ്പപേക്ഷകൾ കൊടുത്തു തുടങ്ങി. സവർക്കർ മാത്രമല്ല, ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സവർക്കർ എന്താണ് മാപ്പ് എന്തോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 27 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ഒരാളെ തനിക്ക് മാപ്പ് നൽകണം, തന്നെ വിട്ടയക്കണം എന്ന് സവർക്കർ മാത്രമല്ല, അക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര നേതാക്കളും ഇത്തരത്തിൽപ്പെട്ട മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ മാപ്പപേക്ഷ ബ്രിട്ടീഷ് ഭരണകൂടം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സവർക്കറുടെ മാപ്പപേക്ഷ ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ചില്ല. ഒന്നല്ല, പലതവണ സവർക്കർ മാപ്പപേക്ഷിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടം പറഞ്ഞു സവർക്കർക്ക് കൊടുക്കരുത്, കാരണം സവർക്കറുടെ ഈ മാപ്പപേക്ഷയൊക്കെ കള്ളത്തരമാണ്. സവർക്കർ പുറത്തിറങ്ങിയാൽ ബ്രിട്ടനെതിരെ യുവാക്കളെ മുഴുവനും അണിനിരത്തിക്കൊണ്ട് വൻ പോരാട്ടം നടത്തും. അതുകൊണ്ട് സവർക്കർ മാത്രം വിട്ടയക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മുകളിൽ പ്രതിഷ്ഠിക്കേണ്ട ആളാണ് വീർ സവർക്കർ. ആ സവർക്കറുടെ പേര് മിണ്ടാൻ പാടില്ലത്രേ. കേരളത്തിൽ സവർക്കറുടെ പേര് മിണ്ടാൻ പാടില്ല. ഇതെന്ത് തിട്ടൂരാണ്? VD സതീശൻ സർക്കാർ അധികാരമേറ്റപ്പോ, വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ ആയപ്പോ, ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പോലും വീർ സവർക്കർ എന്ന് പറയുന്ന ഉത്തരം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തപ്പാ? അനിൽ നമ്പ്യാർ ചോദിച്ച പോലെ ഇതെന്ത് തിട്ടൂരം? ഇങ്ങനെയാണ് പിന്നെ മിണ്ടാൻ പറ്റുമോ ഇവിടെ ആർക്കെങ്കിലും? പിന്നീട് ഒരിക്കൽ നൽകപ്പെട്ട മാപ്പപേക്ഷ പരിശോധിച്ച ശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ സർക്കാർ ആൻഡമാൻ ചീഫ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: I am directed to say that His Excellency the Viceroy is not prepared at present to extend to them the benefit of the amnesty and to request that the petitioner may be informed accordingly. അതായത് സവർക്കറെ പുറത്തു വിടരുത് എന്ന തീരുമാനമെടുത്തത് വൈസ്രോയി നേരിട്ട്. മനസ്സിലാക്കണം നിങ്ങൾ, ഏറ്റവും അപകടകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സവർക്കർ എന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മനസ്സിലായിരുന്നു. അതിനാൽ മറ്റു പലരുടെയും മാപ്പപേക്ഷകൾ സ്വീകരിച്ചപ്പോഴും
സവർക്കറുടേത് മാത്രം സ്വീകരിച്ചില്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് രാഷ്ട്രീയ തടവുകാരെ ജയിലറുകളിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും സവർക്കറെ വിട്ടയച്ചില്ല. ആ സവർക്കറെ കുറിച്ചാണ് ഷൂ നക്കി എന്താ പറയാ മാപ്പപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്തംഗമികൾ മെഴുകുന്നത് ഉളുപ്പില്ല. 1923 മൗലാന മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിന്റെ കാക്കിനട വാർഷിക സമ്മേളനത്തിൽ സവർക്കറുടെ തടവിനെ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് ഐകകണ്ഠ്യേന പ്രമേയവും പാസാക്കി. പക്ഷേ ഒന്നും നടന്നില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ അന്തംഗമികളെ പേടിച്ചിട്ട്. അന്തംഗമികൾ അങ്ങനെ പല ഈ തന്ത്രങ്ങളും പുറത്തിറക്കും. ഇതിലൊന്നും കോൺഗ്രസ്സുകാർ വീഴണ്ട. ഒടുവിൽ 1935 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുകയും പ്രൊവിൻഷ്യൽ മന്ത്രിസഭകൾ നിലവിൽ വരികയും ചെയ്തു. അതോടെ സർ ദൻജിൻ ഷാ കൂപ്പർ പ്രധാനമന്ത്രിയായി ബോംബെ സർക്കാർ നിലവിൽ വരുന്ന സാഹചര്യമായി. എന്നാൽ സർക്കാരിൽ ചേരണമെങ്കിൽ സവർക്കറെ മോചിപ്പിക്കണമെന്ന് ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി നേതാവ് ജംനാദാസ് മെഹ്ത്ത ആവശ്യപ്പെടുകയും ഒടുവിൽ ആ ആവശ്യം ഗവർണർ ബാബ്രോൺ പ്രഭു അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 27 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം സവർക്കർ മോചിതനായത് 1935. ഇനി ഇത്രയും കൂടി പറയാം. സവർക്കറുടെ സംഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യത്തോടെ ഒരു പ്രമേയം 1957 പാർലമെന്റിലെത്തി. അനുമതി നൽകണമെന്ന് വോട്ട് ചെയ്തവരിൽ ഒരാളെ നമ്മളൊക്കെ അറിയും. ആരാ ആളെന്നറിയോ? അന്തംഗമികളെ കേൾക്കണം. സവർക്കർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത ആളാണെന്നറിയോ? നമ്മുടെ AKG. എന്നിട്ടാണ് പറയുന്നത് ഷൂ നക്കി. ഇന്നത്തെ ദേശാഭിമാനിയിൽ എന്താ വർഗീയവാദി എന്നൊക്കെയാ പറയുന്നത്. ഇന്നത്തെ ദേശാഭിമാനിയിൽ സവർക്കറെ പുകഴ്ത്തി ചോദ്യം അധ്യാപകന് സസ്പെൻഷൻ തടിയൂരി സർക്കാർ. അതിൽ പറയുന്നത് സ്വാതന്ത്ര്യ സമര ക്വിസ്റ്റോദ്യാവലിയിൽ ഹിന്ദുത്വ തീവ്രവാദി VD സവർക്കറെ പുകഴ്ത്തി ചോദ്യം തയ്യാറാക്കി. അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ളതിന് പകരം ദേശാഭിമാനി സവർക്കർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താണ്? ഹിന്ദുത്വ തീവ്രവാദിയാണത്രേ. ഒന്നും പറയാനില്ല. അപ്പൊ ഏതായാലും സാക്ഷാൽ AKG വരെ എന്ത് ചെയ്തിട്ടുണ്ട്? 1957 പാർലമെന്റിലെത്തിയ പ്രമേയത്തിൽ സവർക്കറുടെ സംഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉയർത്തിയത് സഖാക്കന്മാരുടെ മൂത്ത സഖാവായ നമ്മളെല്ലാവരും ആദരിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാവങ്ങളുടെ പടത്തലവനായ AKG ആയിരുന്നു. ഓർമ്മ വേണം സഖാക്കളെ കേട്ടോ. നിങ്ങളെ കുറച്ച് മുസ്ലിം വോട്ടിന് വേണ്ടി നിങ്ങൾ വലിയ എന്താ പറയാ ഞാൻ പറയുന്നില്ല നിർത്തി. എന്തിന് അല്ലേ? ഇനി ചുമ്മാതാണോ? ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയനായ പുത്രനായിരുന്നു സവർക്കർ എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജിയുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി എഴുതിയത് ചുമ്മാതാണോ എന്നാണ് പണിക്കർ ചോദിക്കുന്നത്. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയനായ പുത്രനായിരുന്നു സവർക്കർ എന്ന് ആരാ എഴുതിയത്? ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജിയുടെ അമ്മൂമ്മ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എഴുതിയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായ സവർക്കറുടെ പോരാട്ടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷ സ്ഥാനമുണ്ടെന്നും അവർ എഴുതി. വിനായക് സവർക്കർ എന്നല്ല, വീർ സവർക്കർ എന്ന് തന്നെയാണ് ഇന്ദിരാഗാന്ധി എഴുതിയത്. പോരെ? എന്തായാലും സ്കൂൾ ചോദ്യക്കടലാസിലെ ചോദ്യത്തിലും ഉത്തരത്തിലും ഒരു തെറ്റുമില്ല. അതുകൊണ്ട് സസ്പെൻഷൻ കിട്ടിയ അധ്യാപകൻ ധൈര്യമായി കോടതിയെ സമീപിക്കണം. ഭരിക്കുന്ന സർക്കാരിന് ഇഷ്ടമില്ല എന്ന് കരുതി ചരിത്ര വസ്തുതകൾ മാറില്ലല്ലോ എന്നാണ് പണിക്കര് ചോദിക്കുന്നത്. ബാലകൃഷ്ണൻ പുത്തലത്തിന്റെ ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ അറിയോ? സവർക്കറെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് മറുപടി ഇന്ദിരാഗാന്ധി എന്ന് എഴുതിയാൽ പോലും കേരളത്തിൽ പ്രശ്നമാണ്. ശരിയല്ലേ? അങ്ങനെ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്? സവർക്കറെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ആര്? എന്താ കോൺഗ്രസ്സുകാരെ? ആരാ? സവർക്കറെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി ആരാ? പറ. നമ്മളെ ഇന്ദിരാഗാന്ധി. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് ഇവിടെ സത്യസന്ധരാവണം നമ്മൾ കേട്ടോ. നമുക്ക് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ വസ്തുതകളായി കാണണം. സത്യസന്ധരായിരിക്കണം നമ്മൾ. എങ്കിലേ നമ്മളുടെ വിമർശനങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഇനിയും നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഇപ്പൊ സംഭവിച്ചെന്താണെന്നറിയോ? ഇപ്പൊ VD സവർക്കറുടെ പേര് മാത്രം കേട്ടിട്ട് ഈ പറയുന്ന ആൾക്കാർ മുഴുവനും VD സവർക്കറുടെ ജീവചരിത്രം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് ഇവിടുന്നോ കേട്ട ഒരു വിവരം അല്ലാതെ വീർ സവർക്കറുടെ ജീവിത കഥയൊന്നും
നമ്മുടെ നമ്മുടെ പൊതു മണ്ഡലത്തിൽ അത്രമാത്രം എല്ലാവരും പഠിച്ചതൊന്നുമല്ല. എല്ലാവർക്കും ഈ വാട്സപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അന്തംഗമികളൊക്കെ പറയുന്ന നമുക്ക് നമുക്ക് അറിയാം. നമ്മുടെ ചില ഈ വാട്സപ്പ് മാത്രം നോക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചാൽ വി ഡി സവർക്കർ ഷൂ നക്കി അങ്ങനെ പറയാം. ആരാ വി ഡി സവർക്കർ ഷൂ നക്കി, മാപ്പ് 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 മാപ്പ്. ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സമുജ്ജലമായ അല്ലെ അത്യുജ്വലമായ ഒരു 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 നേതാവിനെയാണ്, സമാനതകളില്ലാത്ത ഒരു നേതാവിനെയാണ് എന്താ പറയാ ഒരടിസ്ഥാനവുമില്ലാത്ത ഏതെങ്കിലും ഒരു മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്തിറക്കിയെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു. ശരി, എല്ലാ ആൾക്കാരും മാപ്പപേക്ഷ കൊടുത്തു, ഈ വി ഡി സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ മോചിപ്പിച്ചതെങ്കിൽ നമുക്ക് പറയായിരുന്നു. ഇതൊന്നും അല്ലാമേ, എല്ലാ ആൾക്കാരും മാപ്പപേക്ഷ എഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു, സവർക്കർ മാത്രം അവിടെ കിടന്നു. പക്ഷെ എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നു മാപ്പ് 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 മാപ്പെഴുതിയ ആള് പൊറുക്കില്ലതൊന്നും കേട്ടോ. ഇതൊന്നും ഒരു കാലത്തും നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനികളെ മൊത്തം അപമാനിക്കലാണ്. ആ ഷൂനക്കി പ്രയോഗം തന്നെങ്കിലൊന്ന് നിർത്തിയങ്ങൾ. ഷൂനക്കികൾ ഇത് എവിടെ നിന്ന് കിട്ടിയപ്പാ? ആ സിനിമയിൽ നിന്നല്ലേ ഗോവർദ്ധൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രം ഒരു ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി അത് സവർക്കറാണ്. നല്ലത് കേട്ടോ, നമോവകം. എന്താ പറയേണ്ടത് പിന്നെ? ശരിയെന്നാ നമുക്ക് കാത്തിരിക്കാം. നേരത്തെ ആര് പറഞ്ഞ പോലെ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ വന്ദേ മാതരം ചൊല്ലാൻ പാടില്ല, അപകടമാണ്. എന്താ ചെയ്യ അല്ലേ? വീർ സവർക്കറെ കുറിച്ച് മിണ്ടരുത്. ശരി, ബാക്കി ഇന്നത്തെ മറ്റു പത്രങ്ങളിലൊക്കെ ഈ വാർത്തയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ എഴുതുക. നമുക്ക് സംവാദമാകാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.